വെൽക്കം ബാക്ക് ടു മൈ ചാനൽ താടി പൊട്ടും ടോക്സ്. ഗൈസ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോക്ക് ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയയിൽ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിരുന്ന നമ്മുടെ ഒരു പെൺകുട്ടിയുടെ ആത്മഹത്യയെ പറ്റി ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു എല്ലാവരും സോഷ്യൽ മീഡിയയിൽ. അവൾ സൈബർ ആക്രമണത്തിന് ഇരയായതുകൊണ്ടാണ് ആത്മഹത്യയിലേക്ക് എത്തിച്ചത് എന്നാണ് സോഷ്യൽ മീഡിയസിലെല്ലാം പറഞ്ഞിരുന്നത്, വാർത്താ ചാനലുകളിലെല്ലാം. എന്നാൽ അങ്ങനെയല്ല എന്നും ഈ പെൺകുട്ടിയുടെ അച്ഛനും സഹോദരനും ഞെട്ടിപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഈ പെൺകുട്ടിക്ക് നേരത്തെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോസ് ചെയ്തിരുന്ന പയ്യനുമായി സ്നേഹമായിരുന്നു. പിന്നീട് അവന് ഇവളുടെ കൂടെ റിലേഷൻ ഉള്ളപ്പോൾ തന്നെ മറ്റൊരു പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ടെന്നും അതറിഞ്ഞ് വിഷമിച്ച് ആകെ ഈ ഒരു ബന്ധത്തിൽ നിന്ന് പിന്മാറുകയും പിന്നീട് ഡിപ്രഷൻ പോലെ ആവുകയും അവൻ ആ പയ്യൻ ഈ പെൺകുട്ടിയെ ഇങ്ങനെ ചതിച്ചതിലുള്ളൊരു വിഷമം കാര്യങ്ങളൊക്കെ ആയിട്ട് ഡിപ്രഷനായിട്ട് ഇരിക്കുകയായിരുന്നു. അതിന് മരുന്ന് കഴിക്കുകയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരുന്നു. കുറച്ച് ആ പയ്യനുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ആ പയ്യൻ്റെ സൈഡിൽ നിന്നുണ്ടായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ. നമുക്ക് നേരെ വീഡിയോ. ഇപ്പോൾ ഇന്നലെ ചാനലൊക്കെ വന്നിരിക്കുന്നത് എൻ്റെ മോള് സൈബർ ആക്രമണത്തിലാണ് ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പോൾ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ബിനോയ് എന്ന് പറയുന്ന അയാളായിട്ട് എൻ്റെ മോള് പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവർ തമ്മിൽ ഉള്ള ആ ഒരു ഇതിലാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അതായത് ബിനോയ് തന്നെയാണ് എൻ്റെ മോള് ആത്മഹത്യ ചെയ്യാൻ കാരണം. അങ്ങനെ അതൊക്കെ തെറ്റായിട്ടുള്ള ഒന്ന് പറഞ്ഞാൽ തിരിച്ചൊമ്പതായിട്ട് പറയുന്ന ഒരു വ്യക്തിയാണ് പാറു. അപ്പം ഈ പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ടും അച്ഛനോടായാലും നമ്മളോടായാലും കല്യാണം കഴിക്കുന്നതിനെ പറ്റി വരെ സംസാരിച്ചു. അപ്പം തിരിച്ച് നമ്മൾ പലപ്പോഴായിട്ട് അയാളുടെ വീട്ടിൽ സംസാരിക്കുന്നതിനെ പറ്റി പറഞ്ഞിട്ടും പറയാം നല്ലാതെ സംസാരിക്കാം, നമ്മൾ ഇവർ വീട്ടിൽ സംസാരിക്കാം സമയമുണ്ട് നല്ലാതെ അതിനെ അങ്ങോട്ട് പറയാനുള്ളൊരിതിന് അനുവദിക്കില്ല. ഇൻസ്റ്റ വഴി തന്നെയാണ് ഫസ്റ്റ് അവർ രണ്ടുപേരും മാത്രമായിട്ടായിരുന്നു, വേറൊരു പയ്യനുമായിട്ടായിരുന്നു ഇവർ കണ്ടന്റ് ക്രിയേഷൻ. അങ്ങനെ തമ്മിൽ ഇൻസ്റ്റയിൽ കണ്ടപ്പം ഈ പാറു എന്ന് പറയുന്ന വ്യക്തി അപ്പം ഈ കണ്ടന്റ് എന്ന് പറയുന്ന സംഭവം ഇല്ല, അപ്പം വെറും റീൽസ് അങ്ങനത്തെ ഇതിലായിരുന്നു പാറു. അങ്ങനെയാണ് ഇവർ തമ്മിൽ കണ്ട് ഇൻസ്റ്റ വഴി പരിചയപ്പെട്ട് അങ്ങനെ ക്ലോസായി. പിന്നെയാണ് ഈ കണ്ടന്റ് എന്ന് പറയുന്ന ഐഡിയ വരെ ഇടയിൽ വന്നതും പിന്നെ അതൊരു പ്രണയമായിട്ട് മാറുന്നു. പ്രണയം നീണ്ടു നിന്നിട്ട് ഏകദേശം ഒരു 10-12 ഒരു വർഷത്തിനകത്ത് ആവും. ബ്രേക്കപ്പ് ആയ അത് അറിയത്തില്ല, അവരുടെ കാര്യമാണ്. അവൻ എന്തോ വേറെ ഇഷ്യൂ ഒക്കെ ആയിട്ട് അങ്ങനെ വേറെ ഏതോ പെൺകുട്ടികളായിട്ടുള്ള ഇതിലായിരുന്നു. അങ്ങനെ പറഞ്ഞ സംസാരമായിട്ടാണ് ആ പയ്യനായിട്ട് തന്നെയാണ് ഒഴിഞ്ഞു മാറിയത്. വരാനുണ്ടായിരുന്നു, എന്നെ കണ്ട് സംസാരിച്ചായിരുന്നു. അപ്പം മോളെൻ്റെ ആദ്യം ഞാൻ ഇതിനെ എതിർത്തായിരുന്നു. പിന്നെ രണ്ടാമത് ഇപ്പം മക്കളല്ലേ, എന്താണ് ചെയ്യണമെന്ന് നമുക്കറിയില്ലല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പം പഠിച്ചതിന് ശേഷം വല്ല ജോലിയൊക്കെ നേടുമ്പം നിങ്ങളെ വീട്ടുകാരായിട്ട് തന്നെ നമ്മൾ ആലോചിച്ച് നമ്മൾ അതിനുള്ള കല്യാണം നടത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ബിനോയ് വീട്ടിൽ സംസാരിച്ചിട്ടുണ്ട്, ബിനോയുടെ വീട്ടിൽ സംസാരിച്ചു. അപ്പം അവരെ വീട്ടുകാർ അതിന് സമ്മതമല്ലെന്നും പറഞ്ഞായിരുന്നു, എൻ്റെ മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എനിക്ക് ഈ ചാനൽ ഇവരെ വീഡിയോ അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞില്ല. എന്നാലും ഇടയ്ക്ക് മോള് ഇങ്ങനെ വിഷമിച്ചൊക്കെ ഇവിടെ വന്നിരിക്കുന്നതും ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്ത് മക്കളെ എങ്ങനെയാണെന്ന്. ഇടയ്ക്ക് വെച്ച് ഇതേ കണക്ക് ബിനോയെ ഈ ബ്രേക്കപ്പ് ആയതിന് ശേഷം ബിനോയെ ഇതേ കണക്ക് പാറു മ്യൂസിയത്ത് പോയപ്പം ഇതേ കണക്ക് വേറൊരു പെൺകുട്ടിയുടെ കണ്ടായിരുന്നു. അങ്ങനെ പോയി അവിടെ വെച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞപ്പോൾ ബിനോയ് തെറി വിളിച്ചിട്ട് പറഞ്ഞു വിട്ടു. അതാണ് നടന്ന സംഭവം. ഇത് വേറെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പല പെൺകുട്ടികളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. FB വഴിയും ഇൻസ്റ്റ വഴിയും അല്ലാതെ IT പോളിയിലാണ്, വട്ടിയൂർക്കാവ് പോളിയിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അങ്ങനെ ഓരോരുത്തർ അവനെ പറ്റി അവളടുത്ത് പറഞ്ഞപ്പം അങ്ങനെ സംസാരിച്ച ലാസ്റ്റ് ഇവൻ തന്നെയാണ് വേണ്ടെന്ന് വെച്ചത്. അങ്ങനെയാണ് ബ്രേക്കപ്പ് ആയത്.
ഈ +2 മാർക്ക് കുറഞ്ഞായി ബന്ധപ്പെട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല. കാരണം അവൾ ആദ്യമേ ഇവരുടെ അടുത്ത് പറഞ്ഞുകൊണ്ട് അങ്ങനെ പറഞ്ഞിട്ടാണ് ഇവർ കണ്ടൻറ്റിൻ്റെ ഇതിനെ ഇവർ സമ്മതിച്ചത്. ആദ്യമേ പറഞ്ഞുകൊണ്ട് എനിക്ക് പഠിക്കുന്നതിന് വലിയ കഴിവില്ല എന്ന് പറഞ്ഞ് നിന്നെ കൊണ്ട് പറ്റണം, നീ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് +2 എങ്ങനെയെങ്കിലും എഴുതിയെടുത്തിട്ട് മൊത്തത്തിലൊന്നും അങ്ങനെയുള്ള യാതൊരു ഇതും വന്നിട്ടില്ല, തോറ്റേൻ്റെ ഇതിൽ വന്നിട്ടില്ല. കാരണം ഇന്നലെ ഇവിടെ ആരൊക്കെ സംസാരിച്ചെന്ന് പറഞ്ഞിട്ട് അത് തോറ്റത് പോയതുകൊണ്ടാണ് എൻ്റെ ആണെന്ന്. ഒരിക്കലുമല്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ മോള് എൻ്റെ തോറ്റൽ കളിച്ച് ചിരിച്ചൊക്കെ തന്നെയാണ് നമ്മൾ പോയത്. രണ്ടാമത് എഴുതാൻ വേണ്ടി എഴുതിയിടാൻ പറഞ്ഞു, അതിനൊക്കെ പോയിട്ടാണ് നിന്നത്. അതുകൊണ്ട് പഠിത്തത്തിലൊന്നും തോറ്റേൻ്റെ പേരിലൊന്നും യാതൊരു ഇതുമില്ല. അപ്പോൾ ഈ എന്താ പറയുക, കാള ഏറ്റുന്നത് കേൾക്കുമ്പോഴേക്കും കയറെടുക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയാതെ ആരെങ്കിലും എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇട്ട് അതിൻ്റെ പുറകെ താങ്ങാനായിട്ട് ഒരുപാട് പേരുണ്ട്. ഒരു മണ്ണക്കട്ടി അറിയാതെ ചുമ്മാ തള്ളി വരുന്ന ആളുകൾ. ശരിക്കും പറഞ്ഞാൽ ഒരാളെ പറ്റി ആ ആൾക്കും ആ ആളുമായി അത്രയും ഇതുള്ള ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലാതെ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് വായ തോന്നി എന്തും ആർക്കും ആരെ പറ്റി സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അല്ല, ഈ പെൺകുട്ടി മരിച്ചത് ഈ ചക്കനുമായിട്ടുള്ള റിലേഷൻ ഇല്ലാണ്ടായി, നീ അവനെ തേച്ചല്ലേടി എന്നും പറഞ്ഞ് കുറച്ച് കമൻറ്റ് വന്നതിൻ്റെ പേരിലാണെന്ന് പറഞ്ഞ് നമ്മൾ ഫുൾ സൈബർ ആക്രമണം കാരണമാണെന്നാണ് ഇന്നലെ വരെയും ഈ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ പെൺകുട്ടി ഒന്ന് പറഞ്ഞാൽ 10 തിരിച്ചു പറയുന്ന നല്ല ബോൾഡായിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. ഒന്നാമത് സോഷ്യൽ മീഡിയ എന്നൊരു സാധനം എടുത്ത് നെഞ്ചത്ത് നമ്മൾ വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നന്നായിട്ട് അറിയാം. നമുക്ക് നേരെ മാക്സിമം പോയാൽ ഏത് രീതിയിലുള്ള ഒരു സൈബർ ഇതോ നെഗറ്റീവോ കമൻറ്റോ ഏതൊക്കെയാണ് വരിക നമുക്ക് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു സാധനത്തിലേക്ക് വരിക. അപ്പോൾ അത്യാവശ്യം തിരിച്ച് മറുപടി പറയാൻ കഴിവുള്ളവരും അല്ലെങ്കിൽ അതൊന്നും നമുക്കൊരു വിഷയമല്ല എന്നുള്ള നല്ല തൊലിക്കെട്ടുള്ളവർ തന്നെയാണ് ഇതിൽ വരിക. അപ്പോൾ അതല്ല. ഇനി രണ്ടാമത്തത് ഈ തേച്ചിട്ട് പോയി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു പെൺകുട്ടി മാത്രം തേച്ചിട്ട് പോയി എന്ന് പറയുന്നത് അങ്ങനെയുള്ളവരുണ്ടാവാം. പക്ഷെ ഈ ആൺകുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ പുറത്തറിയണ്ടേ? ഇവനും ഇവൻ്റെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഇവനുമായി ബന്ധപ്പെട്ടവർ തന്നെയാണ് ഈ സൈബർ ആക്രമണത്തിൽ കൂടുതൽ കമൻറ്റ്സ് പടച്ചു വിടുന്നതും അതിൻ്റെ അടിയിൽ ഇതൊന്നും അറിയാണ്ട് കുറേ ആളുകൾ കയറി പിടിക്കുകയും ചെയ്യുന്നത്. ഇതിപ്പോൾ സത്യസന്ധമായിട്ട് അവർ പറഞ്ഞ് ഈ പയ്യന് ഈ പെൺകുട്ടിയായിട്ട് റിലേഷൻ ഉള്ളപ്പോൾ തന്നെ വേറെ ഒരുപാട് പെൺകുട്ടികളായിട്ട് FBയിലും ഇൻസ്റ്റയിലും IT പഠിക്കുന്നിടത്തും ഒക്കെ ഒരുപാട് അവനതൊരു ഹോബിയാണ്. ഒരുപാട് ആളുകളായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്. ഇത് പലരും ഉള്ളോട് പറഞ്ഞപ്പോൾ അത് താങ്ങാൻ പറ്റാതെ വിഷമായി ഇവനുമായി സംസാരിച്ചു. പിന്നീട് അവർ ബ്രേക്കപ്പ് ആയി. ഈ പെൺകുട്ടി സിൻസിയറായിട്ട് സ്നേഹിച്ചിരുന്നുകൊണ്ടൊക്കെ അവളുടെ മനസ്സിനത് താങ്ങാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് മോട്ടിവേഷൻസും ഉപദേശങ്ങളും അല്ലെങ്കിൽ ബ്രേക്കപ്പും റിലേഷനെ പറ്റിയുള്ള റീൽസൊക്കെയാണ് കൂടുതൽ ചെയ്തിരുന്നതെങ്കിലും സ്വന്തം ജീവിതാനുഭവത്തിൽ വരുമ്പോൾ പലതും ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല. അപ്പോൾ അത് ഈ പെൺകുട്ടിക്ക് താങ്ങാതെ ഡിപ്രഷനായിട്ട് പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ വിഷമിച്ചിരുന്നിരുന്നു. ഈ പയ്യനെ കാണാൻ മ്യൂസിയത്തിൽ ശ്രമിച്ചപ്പോൾ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ഈ പെൺകുട്ടീനെ ഇവളെ സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ തെറി പറഞ്ഞ് വിടുകയാണ് ചെയ്തത്. അത് അവൾ ഒരുപാട് കാട്ടും ചെയ്തിരുന്നു. അപ്പോൾ ഓൾറെഡി ഡിപ്രഷൻ മൈൻഡിലേക്ക് വന്ന ഒരാൾ ആ ഒരു ഇതിൽ വിഷമിച്ചിട്ടാണ് ഈ ഒരു അറ്റംപ്റ്റ് ചെയ്തത്. കാരണം ഇവളുടെ മരണത്തിലേക്ക് പ്രേരിപ്പിച്ച് വിട്ടത്, ആത്മഹത്യയാണെങ്കിൽ കൂടി അതിനെ പ്രേരിപ്പിച്ചത് ഈ പയ്യനുമായിട്ടുള്ള ഈ പയ്യൻ്റെ ഒരു കാര്യങ്ങളും ഇതൊക്കെയാണ്. ഇതിപ്പോൾ നമ്മൾ സൈബർ ആക്രമണം മൂലം ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞാൽ ആരുടെ പേരിലാണ് കേസ് എടുക്കുക? ഈ മെസ്സേജ് ചെയ്ത എല്ലാവരുടെ പേരിലും ഈ പെൺകുട്ടിക്ക് കൊല്ലാൻ കാരണക്കാരാണെന്നുകൊണ്ട് കേസ് എടുക്കാൻ പറ്റില്ല ഒരിക്കലും. അപ്പോൾ ആളുകൾ വെറുതെ അനാവശ്യമായിട്ട് വഴി തിരിച്ചു പോയി ആ ഉള്ള കേസിൽ ശിക്ഷ കിട്ടേണ്ടവർ പോലും രക്ഷപ്പെട്ടു പോകുള്ളൂ. ഈ പയ്യനെയാണ് ചോദ്യം ചെയ്യേണ്ടത്. ഈ പയ്യനുമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ആ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് എത്തിച്ചത്. ഇവരെ കല്യാണത്തെ പറ്റി സംസാരിക്കാനൊക്കെ ആയിട്ട് സംസാരിച്ചു. നീ നിൻ്റെ വീട്ടിൽ സംസാരിക്കാനൊക്കെ ആയിട്ട് ഈ പെണ്ണിൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങളിപ്പോൾ പഠിക്കുക, നിങ്ങളെന്തായാലും നിങ്ങളുടെ ഒരു കാര്യം വീട്ടിൽ പറയുമ്പോൾ ഈ പയ്യൻ്റെ വീട്ടിൽ പയ്യൻ എന്തുണ്ടെങ്കിലും പറയില്ല. അവൻ നീട്ടിയിരുന്നു. കാരണം അവൻ ഇത് വളരെ സിൻസിയറായിട്ട് കൊണ്ടുവരുന്നതല്ല, അവനാണ് തേച്ചിരുന്നത്. എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൂചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ബിനോയ് തന്നെയാണ്. ഈ ഇടയ്ക്ക് കാരണം ഈ മെയ് മാസത്തിലെ അവസാനമായിട്ടാണ് മ്യൂസിയത്തിൽ വെച്ച് കാണുന്നത്. അപ്പോൾ അതിനുശേഷമാണ് മൊത്തത്തിൽ ഡൗൺ. കാരണം ഇവിടെ ഡിപ്രഷൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്. അങ്ങനെയാണ് മൊത്തത്തിൽ ഡൗൺ ആവുന്നത്. ഈ ബ്രേക്കപ്പ് ആയ ടൈം തൊട്ടാണ്. കാരണം നമുക്ക് രാത്രി ഉറക്കമില്ല. അങ്ങനെ കാണിച്ചപ്പോഴാണ് ഡിപ്രസ്ഡ് ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ആയപ്പം ഏകദേശം മെയ്യിൽ വെച്ചാണ് ഇവൻ അവസാനമായിട്ട് കാണുന്നത്. അപ്പോൾ തെറി പറഞ്ഞ് ഇതേ കണക്ക് പറഞ്ഞു വിടണം, സംസാരിക്കാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ. അപ്പം അന്ന് തൊട്ട് ഡൗൺ ആയിട്ട് ഈ ചെയ്യുന്നതിൻ്റെ അന്ന് രാവിലെയും ഇതേ കണക്ക് ഇവൻ്റെ കാര്യവും പറഞ്ഞ് ഡൗൺ ആയിരുന്നു. ഇതിന് കാണിച്ച അതിൻ്റെ ഗുളികയും കഴിച്ചുകൊണ്ടിരിക്കുക. മരുന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ മരുന്ന് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അച്ഛനും കുടുംബത്തിൽ
അപ്പോൾ പരാതി കൊടുത്തായിരുന്നു പോലീസിന്? പരാതി കൊടുത്തിട്ടുണ്ടല്ലോ. എന്ത് പറഞ്ഞാണ് പരാതി കൊടുത്തത്? കാരണം നമ്മൾ പറഞ്ഞിട്ടുള്ള എൻ്റെ മകളും ഈ ബിനോയായിട്ട് പ്രണയത്തിലായിരുന്നു. അല്ലാതെ പ്രണയത്തിലായി എൻ്റെ മകളെ ചതിച്ചതിൻ്റെ ഇതിൽ തന്നെയാണ് എൻ്റെ മകൾ ആത്മഹത്യ ചെയ്തത്. അല്ലാതെ സൈബർ അതിനൊന്നും അങ്ങനെയൊന്നും അല്ല. ഇത് മൊത്തം കാരണം ഒരാൾ പറഞ്ഞു മുമ്പൊരു ഇതേ കണക്ക് ഇവിടെ അവൾക്ക് പരിചയമുള്ള ഒരാൾ ഇതേ കണക്ക് കമൻ്റ് ഇട്ടതിൻ്റെ പേരിൽ അയാൾ നേരിട്ട് കണ്ടാണ് സംസാരിച്ച്. അത്രയ്ക്ക് ബോൾഡാണ്. ഒരു പേടി എന്ന് പറയുന്ന സംഭവം. കാരണം നമ്മൾ ആരെങ്കിലും ഒരാൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ആരെയും പേടിയില്ല. അങ്ങനെയാണ് പാറു എന്ന് പറയുന്നത്. ഇതുവരെ എവിടെ എന്നാലും വഴിയിൽ വെച്ചൊരു ആണുങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സംസാരിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അതിൻ്റെ 7 മടങ്ങായിട്ടുള്ള രീതിക്ക് സംസാരിക്കുന്ന വ്യക്തിയാണ് അവൾ. അങ്ങനെ അവൾ ഈ നിസ്സാര ഈ കമൻറ്റിൻ്റെ കേസിൽ അവൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും സംഭവിച്ചു തരില്ല. അപ്പോൾ ഈ പയ്യനെതിരെ നിയമ നടപടിയായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് നീക്കം അല്ലേ? നിയമ നടപടിയായിട്ട് എന്നാ മുമ്പോട്ട് പോകണം. നിയമത്തിൻ്റെ മുമ്പ് അവനെ കൊണ്ടുവരും. അത് തന്നെയാണ് നമ്മളെ ആഗ്രഹം. അപ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അനുഭവിക്കണം. എൻ്റെ മോൾ തെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മോളെ ഇനി തിരിച്ചൊന്നും കിട്ടൂലല്ലോ. എൻ്റെ മോൾ മരിച്ചു പോയില്ലേ. എൻ്റെ മോൾ മരിച്ചു. അതുകൊണ്ട് എനിക്കിനി എൻ്റെ മകളെ തിരിച്ച് കിട്ടൂല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിയമത്തിൻ്റെ മുമ്പേ കൊണ്ടുവരണം. ഇത് മറ്റൊരു പെൺകുട്ടികൾക്കും സംഭവിക്കാൻ പാടില്ല. അതും ഓർത്താണ് ഞാൻ പറയുന്നത്. നല്ല സഹകരണമാണ്. കാരണം നമ്മൾ എൻ്റെ മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പം തന്നെ എന്നെ വിളിച്ചായിരുന്നു. അപ്പം ഇൻസ്പെക്ടർ വിളിച്ചിട്ട് എൻ്റെ പറഞ്ഞ് ഇതുപോലെയാണ് ഇന്ന സ്റ്റേഷനിൽ നിന്നാണ് മോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ശരി തന്നെ സാർ, 2 പ്രാവശ്യം എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ, ഞാൻ ഇപ്പോൾ എൻ്റെ മാനസികാവസ്ഥ അങ്ങനെയല്ല, ഞാൻ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ സ്റ്റേഷനിലൊന്ന് പറഞ്ഞോളാം എന്ന് പറഞ്ഞ് കുഴപ്പമില്ല സതീഷ പറഞ്ഞാൽ ഞാൻ ഇനി വിളിക്കില്ല എന്ന് പറഞ്ഞ് അതിനുശേഷം എന്നെ വിളിച്ചിട്ടില്ല. അതായത് മകൾ തിങ്കളാഴ്ച രാത്രിയാണ് ഇതിന് ആത്മഹത്യ ശ്രമിച്ചത്. പിറ്റേ ദിവസം ആണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചത്. അവർ ഞാൻ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പിന്നെ എന്നെ വിളിച്ചിട്ടുമില്ല. നല്ല ഇതായിട്ടാണ് നമ്മളെ കൂടെ സഹകരിച്ചത്. നല്ല പിന്തുണ ഉണ്ടായിരുന്നു. കാരണം നമ്മളെ വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ മകൻ അങ്ങനെ ആ ഒരു ഇതല്ല. നമ്മളൊരു കൂട്ടുകാരെ പോലെ കഴിഞ്ഞ കുടുംബമാണ് നമ്മളെ കുടുംബം. ആ കുടുംബമാണ് ഈ ബിനോയ് എന്ന് പറയുന്ന ഒറ്റ ഒരുത്തൻ കാരണമാണ് നമ്മളെ ഈ കുടുംബം ഇങ്ങനെ ആക്കിയത്. ബ്രേക്കപ്പ് കഴിഞ്ഞിട്ട് ഓക്കെ അല്ലായിരുന്നു. കാരണം ബ്രേക്കപ്പ് ആയില്ലേ. കാരണം ഇത്രയും മാസം കൊണ്ടുള്ള റിലേഷൻ ബ്രേക്കപ്പായി. കാരണം അവൾ അത്രയ്ക്ക് ഇതായിട്ട് അവനെ കണ്ടിട്ട്, കാരണം അവന് തിരിച്ച് അവൾ മാത്രമല്ല പലരും ഉണ്ട് എന്ന് അറിഞ്ഞ് തൊട്ട് ഇതായപ്പോൾ അങ്ങനെയല്ലേ ഡിപ്രഷൻ്റെ ഇത്. അത് കഴിഞ്ഞ് പിന്നെ ഇതും കൂടെ ആയപ്പം മൊത്തത്തിൽ ഡൗൺ ആയിപ്പോയി. അപ്പോൾ അവൻ്റെ ഭാഗത്താണ് തെറ്റെങ്കിൽ അവൻ നിയമത്തിന് മുന്നിൽ കൊണ്ടുപോയി. അല്ലാതെ അല്ല, ഒരേപോലെ തന്നെ എല്ലാവരും ഒരേപോലെ തന്നെ. കാരണം അതാണ് കൂട്ടുകാരെ പോലെ എഴുതുന്നത്. അല്ലാതെ അച്ഛനമ്മ അങ്ങനെ ഭയം അങ്ങനെയൊന്നുമില്ല. എല്ലാ കാര്യവും തുറന്നു പറയുന്നത്. അവൾക്ക് അങ്ങനത്തെ ഒരു ടൈപ്പായിരുന്നു. വീട്ടിലെ എല്ലാവരുമായിട്ട് ഭയങ്കര ഫ്രീഡും ഭയങ്കര ഫ്രണ്ട്സും പോലെയായിരുന്നു. അപ്പോൾ റീൽസ് എടുക്കാനും അയ്യനൊക്കെ ഫുൾ സപ്പോർട്ടായിരുന്നു ഫാമിലിയായിട്ട്. ഈ പയ്യന് ഈ പെൺകുട്ടി കാണിച്ച ആത്മാർത്ഥമായ ഒരു സ്നേഹം തിരിച്ചുണ്ടായിരുന്നില്ല എന്നും മറ്റൊരുപാട് പെൺകുട്ടികളുമായിട്ട് ഒരേ സമയത്ത് തന്നെ ബന്ധം പുലർത്തിയിരുന്നത്. ഈ പെൺകുട്ടിക്ക് അത് ഉൾക്കൊള്ളാൻ ആ മനസ്സിന് എത്ര ബോൾഡുണ്ടെന്ന് പറഞ്ഞാൽ എപ്പോഴെങ്കിലും നമ്മുടെ മനസ്സൊന്ന് പതറും, വിഷമിച്ച് പോകും. അപ്പോൾ ഈ പെൺകുട്ടി അത് താങ്ങാനാലും അപ്പുറമായിരുന്നു. അങ്ങനെ ഓൾറെഡി ഡിപ്രഷനായി, മിണ്ടാട്ടവും സംസാരവും കാര്യങ്ങളൊക്കെ ഇല്ലാതിരിക്കുമ്പോൾ അതിന് മരുന്നും കാര്യങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈ മ്യൂസിയത്തിൽ ഈ ഒരു കാര്യം കൂടി കണ്ടപ്പോൾ ഈ പെൺകുട്ടിയെ ചീത്ത പറഞ്ഞ കൂടിയൊക്കെ ചെയ്തപ്പോൾ അവൾക്ക് അതൊക്കെ എല്ലാം കൂടി അവൾക്ക് ഇനി എന്തിനും ജീവിച്ചിരിക്കണം. ഇത്രയും നാള് ഞാൻ ഒരുപാട് സ്നേഹിച്ച ഒരാൾ എന്നെ ഇതുപോലെ ഒഴിവാക്കിയില്ലെന്ന് ഒരു തോന്നലിലാണ് മറ്റെല്ലാം മറന്ന ഒറ്റ നിമിഷം നേരത്തെ ഒരു തോന്നലിൽ ആത്മഹത്യ ചെയ്തത്. ഈ പെൺകുട്ടി +2 തോറ്റുപോയായിരുന്നു. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു അത് തോറ്റ കാരണമാണ് ആ പെൺകുട്ടി ആത്മഹത്യയിലേക്ക്. അങ്ങനെയൊന്നുമല്ല. ഈ പെൺകുട്ടിക്ക് പഠിക്കാൻ വലിയ ബുദ്ധിയൊന്നും ഇല്ലാന്നും ഞാൻ തോറ്റു പോകുന്നൊക്കെ അവൾ നേരത്തെ വീട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അതിനൊന്നും വീട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. രണ്ടാമത് എഴുതിയെടുക്കാൻ പറഞ്ഞാൽ അത് എഴുതിയെടുത്തായിരുന്നു. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും അല്ല. ഈ ബിനോയ് എന്ന് പറയുന്ന ഈ പയ്യൻ ഈ മകളെ ചതിച്ചത് കൊണ്ട് മാത്രമാണ് ഈ മോള് ഈ ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ എത്തുകയും
ഒരു സൂയിസൈഡ് അറ്റംപ്റ്റിലേക്ക് എത്തുകയും ചെയ്തതെന്നും അതല്ലെങ്കിൽ അതുവരെയും അത്രയും സന്തോഷമായി കഴിഞ്ഞിരുന്ന ഒരു ഫാമിലി ആയിരുന്നു എന്നും അതെല്ലാം അവന് വേണ്ട ശിക്ഷ തന്നെ കൊടുക്കണം. അല്ലാതെ ഈ സൈബർ അറ്റാക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന എക്സാമിൽ പൊട്ടി ഇതുകൊണ്ടോ ഒന്നും അല്ലാന്നും നിയമപരമായുള്ള രീതിയിൽ തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ടെന്നും മകളെ തനിക്ക് നഷ്ടപ്പെട്ടാലും ബിനോയ്ക്ക് അതിന് കാരണക്കാരനായവർ ഇനി വേറെ ഒരാൾക്കും ഇതുപോലെ ഉണ്ടാവരുത്. ഇതുപോലെ ചെയ്യുന്നവരൊക്കെ പോയി അവർ കുറച്ച് പേരെ നിർത്തി സൈബർ അറ്റാക്ക് ചെയ്തിട്ട് അത് താങ്ങാൻ വയ്യാതെയാണ് പോയി ആത്മഹത്യ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ചെയ്യിപ്പിച്ച ആളുകൾ രക്ഷപ്പെട്ടുകൊണ്ട് നടക്കില്ല. അപ്പം അത് ശരിയല്ല. അപ്പം തനിക്ക് നേരെ വരുന്ന ആളുകളോട് ബോൾഡായിട്ട് മറുപടി പറയുകയും നെഗറ്റീവ് പറയുന്നവരെ നേരിട്ട് തന്നെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അനുഭവം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇത് ബിനോയ് ചതിച്ചതിൻ്റെ വിഷമം താങ്ങാൻ പറ്റാതെയും ഒരു ഡിപ്രഷനായി അത് താങ്ങാൻ പറ്റാതെ ചെയ്ത ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ളൊരു ശിക്ഷ ബിനോയ്ക്ക് കിട്ടണം എന്ന ഉറച്ച നിലപാടിലാണ് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ. അപ്പോൾ സോഷ്യൽ മീഡിയയും ഒക്കെ നല്ലത് തന്നെയാണ്. നല്ല രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് മോശമായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഇത്രയ്ക്ക് നമ്മുടെ ജീവനും ജീവിതവും എല്ലാം തകരാൻ ഒരു മിനിറ്റ് നേരം പോലും വേണ്ടാത്തൊരു വസ്തുവാണ് ഈ സോഷ്യൽ മീഡിയ. അപ്പം അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാനും അതിലെ സോഷ്യൽ മീഡിയയിലെ ചതിക്കുഴികളിൽ ചെന്ന് വീഴാതിരിക്കാനും എല്ലാ പെൺകുട്ടികളും പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമ്മളെ ഓരോ ചതിക്കുഴിയിൽ വീഴ്ത്താൻ കണ്ണും കാതും ഒക്കെ ആയിട്ട് ഓരോ കുഴികളും ഒരുക്കി ഓരോ ദിവസവും പുതിയ പുതിയ ആപ്പുകളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലൊന്നും വീഴാതെ നമ്മൾ നമ്മുടേതായ ഒരു സ്റ്റാൻഡും കാര്യങ്ങളും നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഉണ്ടാവണം. അപ്പോൾ ഈ പെൺകുട്ടിയുടെ വീട്ടുകാർ സ്ട്രോങ് ആയിട്ട് കേസ് കൊടുത്തിട്ടുണ്ട്. ഇത് സൈബർ ആക്രമണം മൂലമുള്ള സംഭവമൊന്നുമല്ല. അവൾ നല്ല ബോൾഡായിട്ട് തന്നെ നേരിട്ട് തന്നെ നെഗറ്റീവ് കൊടുക്കുന്ന ആളുകളെയൊക്കെ കണ്ട് പലരോടും അറിയുന്നവരോടൊക്കെ തിരിച്ച് മറുപടിയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ +2 തോറ്റത് കൊണ്ടുള്ള പ്രശ്നങ്ങളോ അതിൻ്റെ വിഷമമൊന്നുമല്ല. ഈ ബിനോയ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവളുടെ ജീവിതത്തിൽ വന്ന് അവളെ ആത്മാർത്ഥമായി സ്നേഹിച്ച് അവരായിട്ടുള്ള ബന്ധം കൊണ്ടുപോകുമ്പോൾ തന്നെ വേറെ ഒരുപാട് പെൺകുട്ടികളായിട്ടുള്ള ആ ബന്ധം ഉണ്ടാവുകയും ഇവളെ ആ പയ്യൻ തേച്ചത് കൊണ്ടുള്ള ഒരു വിഷമവും അതിൻ്റെ ഒരു ഡിപ്രഷനിലും അതിൻ്റെ ചികിത്സയിൽ ഒക്കെ ഇരിക്കുമ്പോഴൊക്കെയാണ് ഈ പെൺകുട്ടി ഈ ഒരു ആത്മഹത്യയിലേക്ക് എത്തുന്നത്. അതിന് കാരണക്കാരൻ ബിനോയാണ്. അപ്പോൾ തൻ്റെ മകളെ തനിക്ക് തിരിച്ചു കിട്ടില്ല, പക്ഷെ ബിനോയെ ചോദ്യം ചെയ്യുകയും അവന് വേണ്ട ശിക്ഷ അത് കൊടുക്കുകയാണ്. കാരണം ആത്മഹത്യ എന്ന് പറയുമ്പോൾ കൊലപാതകമല്ലെങ്കിലും അതൊരു പ്രേരണ കുറ്റമാണ്. അതിലേക്ക് എത്തിച്ചവർ തീർച്ചയായിട്ടും ആരാണെങ്കിൽ അവർ ഒരു കൃത്യത്തിന് അർഹരാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഒരു കാര്യങ്ങൾ ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതിപ്പോൾ ആരെങ്കിലും ഇതുപോലെ തേച്ചിട്ട് പോയി ലാസ്റ്റ് അവർ തന്നെ കുറച്ച് ഐഡിയകൾ ഉണ്ടാക്കി കുറച്ച് ആൾക്കാരെ കൊണ്ടൊക്കെ കുറെ ഈ പെൺകുട്ടീനെ പറ്റി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അതിൽ മന്നൊന്നാണ് ആ പെൺകുട്ടി മരിച്ചതെന്ന് വളച്ച് തിരിച്ചു പിടിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന കുറ്റകൃത്യത്തിന് കാരണക്കാരായവർ പുറത്തു ഞെളിഞ്ഞ് സുഖമായി നടക്കും. അത് ഇല്ലാതിരിക്കാനും തൻ്റെ മകളുടെ കാരണത്തിനും തൻ്റെ കുടുംബത്തിൽ അത്രയും സന്തോഷമായി പോയിരുന്നതാണ്. അത് ഈ ബിനോയ് എന്ന് പറയുന്ന ഒരാൾ വന്നതിന് ശേഷം അവൻ ഈ പെൺകുട്ടിയെ ചതിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലൊരു കാര്യത്തിലേക്ക് എത്തിയതെന്നും അവർ പറയുന്നുണ്ട്. അപ്പോൾ അവന് വേണ്ട ശിക്ഷ കൊടുക്കാൻ നിയമപരമായിട്ട് തന്നെ അവർ മുന്നോട്ട് പോകുന്നുണ്ട്. പോലീസുകാർ നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ എന്തായാലും തക്കതായ ശിക്ഷ ബിനോയ്ക്ക് കിട്ടട്ടെ. ഇത്തരത്തിലുള്ള ഈ പറയുന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള ഒരുപാട് സോഷ്യൽ മീഡിയയിൽ പലതരത്തിൽ പെൺകുട്ടികളെ എന്താ പറയുക ചതിക്കുഴികൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഒരുപാട് ന്യൂസ് നമ്മൾ കാണുന്നതാണ്. എന്നിട്ട് പിന്നെയും പെൺകുട്ടികൾ പോയി വീഴുകയാണ് അതിൽ. അതാണ് നമുക്ക് മനസ്സിലാവാത്തത്. അത് ഈ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പലതരം ആപ്പുകളൊക്കെ വഴി കാണുന്നവരോ പരിചയപ്പെടുന്നവരൊന്നും നമ്മൾ അവരെ ആരാണോ എന്താണോ ഒന്നും അറിയില്ല. അവരെ കൂടെ ഒന്നും ഒരിക്കലും ലൈഫ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. 1-2 നല്ല രീതിയിൽ ജീവിക്കുന്നവരുണ്ടാവും ആ തരത്തിലുള്ള ബന്ധങ്ങൾ. അതല്ലാതെ ഒന്നും അത് വർക്കൗട്ട് ആവേയില്ല. കാരണം അവരുടെ ക്യാരക്ടർ എങ്ങനെയാണെന്നൊക്കെ അവർ നിങ്ങൾക്ക് അതിൽ കാണുന്ന അവർ പറയുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. അതല്ലാതെ നമ്മൾ ഒരുപാട് സമയമെടുത്ത് അവരെ പറ്റി അന്വേഷിച്ച് അവരെങ്ങനെയാണെന്ന് അവരെ അറിയാവുന്ന മാക്സിമം ഫ്രണ്ട്സോ അവർ വർക്ക് ചെയ്യുന്നവരായിട്ടോ അവരെ പരിചയം അവർ പോലും അറിയാതെ നമ്മൾ അന്വേഷിച്ച് അവരുടെ കുടുംബ പശ്ചാത്തലം അവരുടെ രീതികൾ അവരുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ അതിലേക്കൊക്കെ ഒരു ബന്ധത്തിന് ഒരു വിവാഹ ജീവിതത്തിലേക്ക് അവരുമായിട്ട് അതിനൊക്കെ പോകാനായിട്ട്. അല്ലാതെ ഇത്തരത്തിലുള്ള ചതിക്കുഴികളിലൊന്നും പോയി സ്വന്തം ജീവിതമാണ് പോകുന്നത്. അപ്പോൾ ആ പെൺകുട്ടിക്ക് മരിച്ചു, അവരെ വീട്ടുകാർക്ക് പോയി. ആ പയ്യനെ സംബന്ധിച്ച് ഒന്നുമില്ല. അവ അടുത്ത പെൺകുട്ടിയിലേക്ക് വലകൾ വീശിയിട്ടിട്ടാണ് ഓൾറെഡി ഇരിക്കുന്നത്. അപ്പം പെൺകുട്ടികൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് സോഷ്യൽ മീഡിയ എല്ലാം വളരെ നല്ലതാണ്. നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുകയാണെങ്കിൽ